അമ്മ ഇപ്പം നല്ല ഉറക്കമാണ്. ഇപ്പോൾ ജക്കുവിൻ്റെ വീട്ടിലേക്ക് പോയാലോ? അങ്ങനെ ജാക്ക് അവൻ്റെ അമ്മ അറിയാതെ ജഗ്ഗുവിൻ്റെ വീട്ടിലേക്ക് പുറപ്പെട്ടു. ജാക്ക് ഇതിനു മുമ്പ് ജഗ്ഗുവിൻ്റെ വീട്ടിലേക്ക് പോയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ അങ്ങോട്ടുള്ള വഴി കൃത്യമായിട്ട് അറിയില്ല. അങ്ങനെ അവൻ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവനൊരു മാമ്പഴം വീണ് കിട്ടി. ഈ മാമ്പഴം ജഗ്ഗുവിന് കൊടുക്കാം. ആ മാമ്പഴവും പോക്കറ്റിലിട്ട് അവൻ ജഗ്ഗുവിൻ്റെ വീട് ലക്ഷ്യം വെച്ച് നടന്നു. ജാക്ക് അങ്ങനെ ഒരു വീടിന് മുമ്പിലെത്തി. ഓ, എനിക്ക് തോന്നുന്നു ഇത് തന്നെയാണ് ജഗ്ഗുവിൻ്റെ വീടെന്ന്. അവൻ എന്നോട് പറഞ്ഞിരുന്നല്ലോ അവൻ്റെ വീട്ടിൽ പശുവുണ്ടെന്ന്. അപ്പോൾ ഇത് തന്നെയായിരിക്കും അവൻ്റെ വീട്. എന്തായാലും ഈ വീട്ടിലൊന്ന് കയറി നോക്കാം. ജഗ്ഗു, ജഗ്ഗു, ആരാ അവിടെ? ഇത് ജഗ്ഗുവിൻ്റെ വീടാണോ? ഞാൻ അവനെ അന്വേഷിച്ച് വന്നതാണ്. അകത്തേക്ക് കയറി വരൂ കുട്ടി. നിങ്ങൾ എവിടെയാണ്? എവിടെയൊന്നും കാണുന്നില്ലല്ലോ. ഞാൻ ഇവിടെയുണ്ട് മോനെ, ഇങ്ങോട്ട് വരൂ. ഹേയ്, നിങ്ങളെന്നെ പറ്റിക്കുകയാണോ? ഇവിടെയൊന്നും നിങ്ങളെ കാണുന്നില്ലല്ലോ. ഞാൻ ഇവിടെയുണ്ട്, ഈ റൂമിൽ. ഇങ്ങോട്ട് വാ. നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ എൻ്റെ കൂട്ടുകാരൻ ജഗ്ഗുവിനെ അന്വേഷിച്ച് വന്നതാണ്. ഇതവൻ്റെ വീടാണെന്ന് കരുതി കയറിയതാണ്. ഓ, നിനക്ക് വഴി തെറ്റിപ്പോയി. ഇത് ജഗ്ഗുവിൻ്റെ വീടല്ല. ഇവിടെ ഞാൻ മാത്രമേ താമസിക്കുന്നുള്ളൂ. ശരി, എങ്കിൽ ഞാൻ വേഗം ഇറങ്ങട്ടെ. എനിക്ക് അവനെ വേഗം കണ്ടുപിടിക്കണം. ശരി, നീ പൊയ്ക്കോളൂ. നിനക്ക് നിന്റെ കൂട്ടുകാരനെ കാണാൻ സാധിക്കട്ടെ. ഇതാ, പോകുന്ന വഴിയിൽ ഈ ബണ്ണ് കഴിച്ചോളൂ. താങ്ക് യു. പിന്നെ നിങ്ങളുടെ പേര് ചോദിക്കാൻ മറന്നോ? എന്താണ് നിങ്ങളുടെ പേര്? ബ്ലൂലി. ഹോ, ഈ ജഗ്ഗു പിന്നെ ഇത് എവിടെയാണോ എന്തോ. ഹോ, ആകെ ക്ഷീണിച്ചു. ഈ വീട്ടിൽ പോയി അല്പം വെള്ളം ചോദിക്കാം. ഹലോ, ഇവിടെ ആരെങ്കിലും ഉണ്ടോ? അല്പം വെള്ളം തരുമോ? ഹേയ് ജാക്ക്, നീയോ? വാട്ട് ഈസ് സർപ്രൈസ്. ഹാവു, ഇതായിരുന്നോ നിന്റെ വീട്? ഞാൻ ഒരുപാട് വഴി അറിയാതെ കഷ്ടപ്പെട്ടു. അതൊക്കെ പോട്ടെ, നീ അകത്തേക്ക് വാ. നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. ഇനി പറയൂ നിന്റെ വിശേഷങ്ങൾ, കേൾക്കട്ടെ. വീട്ടിൽ വെറുതെ ഇരുന്നപ്പോൾ നിന്നെ കാണണമെന്ന് തോന്നി. അങ്ങനെ അമ്മ അറിയാതെ ഇറങ്ങി പുറപ്പെട്ടതാണ് ഞാൻ. ഓ, അമ്മ അറിയാതെ വന്നതാണോ? അതെ, അതുകൊണ്ട് എനിക്ക് വേഗം വീട്ടിലേക്ക് പോയേ പറ്റൂ. അമ്മ ഉറങ്ങുന്നതിന് മുമ്പ് എനിക്ക് വീട്ടിലെത്തണം. പിന്നെ ഇങ്ങോട്ട് പോന്നപ്പോൾ നിന്റെ വീടാണെന്ന് കരുതി ഞാനൊരു വീട്ടിൽ കയറി. അവിടെ ഒരു സ്ത്രീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ടെന്താ, അത് നിന്റെ വീടല്ലെന്ന് മനസ്സിലായപ്പോൾ ഞാൻ അവിടുന്ന് ഇറങ്ങി. അവരെനിക്ക് കഴിക്കാൻ ബണ്ണൊക്കെ തന്നു. നല്ല ഒരു സ്ത്രീ. അവരുടെ പേര് വല്ലതും പറഞ്ഞോ നിന്നോട്? പേര് ഞാൻ ചോദിച്ചിരുന്നു. എന്തോ ബ്ലൂലി അങ്ങനെ എന്തോ ആണ്. അയ്യോ, ചതിച്ചല്ലോ. എന്താ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉണ്ട്, അതൊരു മന്ത്രവാദിനിയാണ്. അത് തന്ന ഭക്ഷണം നീ കഴിച്ചില്ലേ? ഇനി അത് രാത്രി നിന്റെ അടുത്തേക്ക് വരും. ആരും കാണാതെ നിന്നെയും കൊണ്ടുപോകും. ഓ, എനിക്ക് പേടിയാവുന്നു. എനിക്ക് ഉടനെ വീട്ടിലേക്ക് പോവണം. പേടിക്കണ്ട, നമുക്കിതിനൊരു പരിഹാരം കാണണം. ഞാൻ എൻ്റെ അമ്മയെ വിളിക്കട്ടെ. അമ്മ, ഒന്നിങ്ങോട്ട് വരുമോ? എന്താ മോനെ, എന്തു പറ്റി? അമ്മേ, ഇവനാ ദുർമന്ത്രവാദിയുടെ വീട്ടിൽ അറിയാതെ കയറിപ്പോയെന്ന്. അവിടുന്ന് ഭക്ഷണവും കഴിച്ചു. ഇനി എന്തു ചെയ്യും അമ്മേ? എൻ്റെ ഈശ്വര, ഞാൻ എന്തൊക്കെയായി കേൾക്കുന്നേ.
വന്നേ, വേഗം നമുക്ക് ആ സ്വാമിയെ പോയി കാണാം, എങ്കിലേ ഇത് ശരിയാവുള്ളൂ. ഇതാണ് സ്വാമിയുടെ വീട്. അദ്ദേഹം ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് കയറി നോക്കാം. തിരുസ്വാമി, സ്വാമി അകത്തുണ്ടോ? എന്താ പ്രശ്നം? സ്വാമി, ഒന്ന് സഹായിക്കണം. ഈ കുട്ടി ആ ബ്ലൂലി മന്ത്രവാദിനിയുടെ വീട്ടിൽ പോയി എന്ന്. അവിടുന്ന് ഭക്ഷണവും കഴിച്ചു. ഞങ്ങളെ ഒന്ന് സഹായിക്കണം. ഓ, ആ ബ്ലൂലി ഈയിടെയായി ഒരുപാട് പേരെ ഉപദ്രവിക്കുന്നുണ്ട്. ഇതിലാരാ ബ്ലൂലിയുടെ വീട്ടിലേക്ക് പോയത്? ഞാനാ അങ്ങോട്ട് പോയത്. എനിക്കറിയില്ലായിരുന്നു അതൊരു ദുർമന്ത്രവാദിനിയാണെന്ന്. എന്നോട് നല്ല സ്നേഹത്തോടെയാ പെരുമാറിയത്. അതുകൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഞാൻ അവിടുന്ന് ബണ്ണും കഴിച്ചു പോയി. ഇങ്ങോട്ടടുത്തേക്ക് വരൂ കുട്ടി. ഈ ദീപം കയ്യിലേക്ക് വാങ്ങൂ. ഇനി ഞാൻ പറയുന്നത് പോലെ പറയണം. ഓം ഹ്രീം ദ്രുസ്വാഹ. ഓം ഹ്രീം ദ്രുസ്വാഹ. ചൈത്രം നമഃ. ചൈത്രം നമഃ. ദുർമന്ത്രവാദം ദുസ്വാഹ. ദുർമന്ത്രവാദം ദുസ്വാഹ. ഇനി കണ്ണടച്ച് 3 പ്രാവശ്യം സ്വാഹ എന്ന് പറയുക. സ്വാഹ സ്വാഹ സ്വാഹ. ഇനി കണ്ണു തുറന്നോളൂ. ഇപ്പോൾ എല്ലാ പ്രശ്നങ്ങളും തീർന്നിരിക്കുന്നു. ഇനി നിങ്ങൾക്ക് ധൈര്യമായി വീട്ടിലേക്ക് പോവാം. ഒരുപാട് നന്ദിയുണ്ട് സ്വാമി. ദക്ഷിണ ഇവിടെ വെച്ചിട്ടുണ്ട് സ്വാമി. ഞങ്ങൾ പോവുകയാണേ. ജഗ്ഗു, അമ്മേ, ഞാനിനി വൈകുന്നില്ല. ഞാൻ വേഗം വീട്ടിലേക്ക് പോവട്ടെ. അമ്മ എന്നെ കാണാതെ വിഷമിക്കുന്നുണ്ടാവും. ആ ശരി മോനെ, നീ വേഗം പോയിക്കോളൂ. ഇനിയും നീ ഇങ്ങോട്ടൊക്കെ വരണം. പക്ഷേ ഇതുപോലെ പുലിവാല് പിടിച്ച കാര്യവുമായി വരേണ്ട. അയ്യോ, അമ്മ കരയുകയാണല്ലോ. അമ്മേ. എൻ്റെ മോൻ വന്നോ? നീ എവിടെയായിരുന്നു ഇത്രയും നേരം? ഞാൻ എന്തോരം വിഷമിച്ചെന്നോ. സോറി അമ്മ. അമ്മയോട് പറയാതെ പോയത് എൻ്റെ തെറ്റാണ്. ഞാൻ എൻ്റെ കൂട്ടുകാരൻ ജഗ്ഗുവിനെ കാണാൻ പോയതായിരുന്നു. എൻ്റെ പൊന്നു മോനെ, നീ അമ്മയോട് പറയാതെ എങ്ങോട്ടും പോവരുത്. അമ്മ എത്ര വിഷമിച്ചെന്നോ.